Hello, welcome to Science Kitchenette. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇടിയപ്പം ഉലർത്തിയതാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇടിയപ്പം ഇതുപോലെ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കറിയുടെയോ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഇടിയപ്പം ഉലർത്തിയത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 7 ഇടിയപ്പമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെറുതായി ഒന്ന് പിച്ചിയെടുക്കാം. അപ്പോൾ എല്ലാ ഇടിയപ്പവും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കാഷ്യൂ നട്ട്സ് നെയ്യിൽ വറുത്തെടുക്കാം. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് ഇത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് താളിച്ചെടുക്കാം. അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കുക. വെള്ളം തളിച്ചു കൊടുക്കുമ്പോൾ ഇടിയപ്പത്തിൻ്റെ ആ സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ നിൽക്കും. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കാഷ്യൂ നട്ട്സ് ഓപ്ഷണൽ ആണ്, പക്ഷെ നെയ്യ് മസ്റ്റായിട്ടും ചേർക്കണം. അപ്പോൾ നമ്മുടെ രുചികരമായ ഇടിയപ്പം ഉലർത്തിയത് തയ്യാറായിട്ടുണ്ട്. ഇത് ചെറു ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.